ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിൾ ആയിട്ടും അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുമുള്ള ഒരു റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ്. പൊട്ടാറ്റോ പെപ്പർ റോസ്റ്റ് ആണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. റോസ്റ്റ് തയ്യാറാക്കാനായി ആദ്യം ഒരു പാത്രം സ്റ്റവിലേക്ക് വെച്ചു കൊടുക്കുക. പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം വളരെ കുറച്ച് മാത്രമേ ചേർക്കാവൂ, അല്ലാന്നുണ്ടെങ്കിൽ റോസ്റ്റിനൊരു കയ്പ്പ് രസം ഉണ്ടാവും. പെരിഞ്ജീരകം മൊരിഞ്ഞു തുടങ്ങിയതിന് ശേഷം അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ റെസിപ്പി തയ്യാറാക്കാനായി ഒരുപാട് ഇൻഗ്രീഡിയൻസിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. സവാളയുടെ കൂടെ തന്നെ 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി സവോള ട്രാൻസ്പാരന്റ് ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. സവോള വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇതിനു മുമ്പ് ഒരു പൊട്ടാറ്റോ ഫ്രൈഡ് റെസിപ്പി ഞാൻ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുക്കുന്നതായിരിക്കും. ആവശ്യമുള്ളവർക്ക് അത് കാണാം. ഇനി ഉരുളക്കിഴങ്ങ് ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇവ രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഈ പാത്രത്തിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഇത് പെട്ടെന്ന് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ പെട്ടെന്ന് പിടിക്കില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു മൂടിയിട്ട് അടച്ചു വെക്കുക. ഈ പാത്രം ആയതുകൊണ്ട് പെട്ടെന്ന് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ അതുകൊണ്ട് തീ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. തൈര് സാദത്തിന്റെ വീഡിയോയും ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആയിട്ടുണ്ട്. അതിന്റെ ലിങ്കും ഞാനിവിടെ താഴെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നുകൂടെ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെക്കുകയാണ്. അടച്ചു വെച്ച് വേവിക്കുന്നതുകൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഉരുളക്കിഴങ്ങ് വെന്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതിന് കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇവയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സ്റ്റേജിൽ ഒരുപാട് അടിക്ക് പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം ഇളക്കി കൊടുക്കാനായിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടാറ്റോ പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിന്റെയും സാമ്പാറിന്റെയും കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ്. അതുപോലെ തന്നെ തൈര് സാദത്തിന്റെ കൂടെ കഴിക്കാനും നല്ല കോമ്പിനേഷൻ ആണ്. പിന്നെ രസത്തിന്റെ കൂടെ കഴിക്കാനും നല്ലതാണ് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ ഈ റെസിപ്പി വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. മറക്കാതെ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.